ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പൊ പോയല്ലോ വാക്കിങ്ങിന്. എവിടെ? ഗുഡ് മോർണിംഗ് റൂഫി. എന്താണ് 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 എന്ത് ലേറ്റായി വാക്കിംഗ് പോവാന്? എന്തേ പറ പറ, എന്താ പറയാറുള്ളത്? നിന്നെ കാണിക്കോ? എന്താ അവനെ കാണിക്കരുത്, നിന്നെ മാത്രം കാണിക്കണം. സോ നമ്മളിപ്പോ കുറച്ച് പണിയായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം കല്യാണത്തിന് ഇനി ലെസ് ദാൻ 20 ഡേയ്സ്. എനിക്ക് ഇനിയും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല. എന്റെ ടൈലറ് വെക്കേഷന് പോയിക്കായിരുന്നു, അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ ഇപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. അവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ, അല്ലേ സുഖി? വിശ്വാസം അതല്ലേ എല്ലാം. അപ്പോ ഇന്ന് പോയി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് കുറച്ച് വേഗം തരാൻ പറയണം. അവര് 2 ദിവസത്തില് തരാ പറഞ്ഞേ, പക്ഷെ 2 ദിവസത്തില് വേണ്ട, നമുക്ക് അത്ര തിരക്കിട്ടിട്ട് വേണ്ട. 1 വീക്ക് എടുത്താൽ അവര് വിചാരിച്ച ഒരു ഡ്രസ്സ് ഉള്ളൂ എന്നാ. കുറച്ച് ഓൾട്ടറേഷൻ ഒക്കെ ഉണ്ട് എനിക്ക് കൊടുക്കാൻ. അപ്പൊ എല്ലാം കൊണ്ട് ഒരു 1 വീക്ക് എടുക്കുമായിരിക്കും, 1.5 വീക്ക് എടുക്കുമായിരിക്കും. ബട്ട് റോഡ് തീരെ ശരിയില്ല. നമ്മൾ അതിന് പോവാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് കൊടുത്തതിന് ശേഷം എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നാണ് ഇപ്പത്തെ ഒരു പ്ലാന്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. സുഖി അടുത്ത ഡിഷ് ആയിട്ട് വരും. സുഖിന്റെ ഡിഷൊക്കെ റെഡി ആയില്ലേ? സുഖിന്റെ പൊങ്കൽ, സുഖിന്റെ വട. എന്റെ ദോശ എവിടെ? ഇത് ചന്തപുരയിലുള്ള സ്ഥലം. ഇതിന്റെ പേരെന്താ? എന്ത്? ശ്രീനിധി വൈഭവ. കഴിക്കാൻ എങ്ങനെയുണ്ട്? നന്നായിണ്ട? മഞ്ഞ കളറിലുണ്ട് പൊങ്കൽ, വൈറ്റ് അല്ല എപ്പോഴും ഉണ്ട്. എന്റെ ദോശ വന്നു. ബട്ടർ മസാല ദോശ. പിന്നെ ബട്ടർ മസാല ദോശ ഓർഡർ ചെയ്ത് ഡോക്ടറുണ്ട് പറഞ്ഞു. ഞാൻ അപ്പളേ പറഞ്ഞു. അങ്ങനെ ഫൈനലി മിഷൻ സക്സസ്. ഒരാഴ്ചത്തെ ലീവൊക്കെ കഴിഞ്ഞ്, 10 ദിവസത്തെ എന്തോ ലീവ് കഴിഞ്ഞ് ടൈലർ ആൻറ്റി തിരിച്ചെത്തി. നമ്മൾ തയ്ക്കാൻ കൊടുത്തു. 10 to 12 ഡേയ്സിൽ തരാ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡെഡ് ലൈൻ August 15th കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ 20-21 ഇവിടുന്ന് പുറപ്പെടുമല്ലോ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലോ. അപ്പൊ ഞാൻ പറഞ്ഞു August 15th മുന്നേ എനിക്ക് വേണം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുന്നേ ആകും മെസ്സേജ് ചെയ്യാ പറഞ്ഞ്. അയ്യോ, കൊടുത്തിട്ടുണ്ട്. ഇനി ഫുൾ ടെൻഷൻ അത് കിട്ടണ വരെ. അയ്യോ എങ്ങനെ ഉണ്ടാവും അത് കിട്ടി കാരണം വരെ ടെൻഷന്. നിങ്ങൾക്കൊക്കെ എന്ത് സുഖല്ലേ? ഒരു റെഡിമെയ്ഡ് ഷർട്ട് എടുക്കുക, ഇടുക, മുണ്ടെടുക്കുക, ഇടുക, കഴിഞ്ഞ്. ചെക്കനായാ മതിയായിരുന്നു. ശരി, ഇനി വീട്ടിൽ പോട്ടെ. ഇപ്പൊ ഓൾമോസ്റ്റ് 12:30 ആയി. ഇന്ന് നമ്മള് ദീദിന്റെ അടുത്ത് 1 മണിക്കാ വരാൻ പറഞ്ഞുള്ളത്. രാവിലെ ഇവിടെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് മൺഡേ അല്ലേ. അപ്പൊ ദീദി ഇപ്പൊ വരും 1 മണിക്ക്. അതിന്റെ മുന്നേ വീട്ടിലെത്തണം. പിന്നെ 1:30 എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് കുക്കിംഗ് ഇല്ല കേട്ടോ. അയ്യോ, അതാ എനിക്ക് ഞായറാഴ്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഞങ്ങൾക്ക് ഉണ്ട്. ഞാൻ ഉച്ചക്കും കഴിക്കും, സുഖിക്ക് രാത്രിയും കഴിക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് ഇന്ന് നോ കുക്കിംഗ് ഡേ. യെസ്. ഡിന്നർ ഞാൻ വല്ല മുട്ട എന്തെങ്കിലും കഴിക്കും മാത്രമല്ല. നല്ല കുട്ടികളായിട്ട് കണ്ണ ഒങ്ങാണ്. അവന്റെ ഷോട്ട് മണികള് ഉറങ്ങാണ്. ഉറങ്ങിക്കോട്ടാ. ഗുഡ് നൈറ്റ്. കൊക്കോ ഫുള്ള് ബഹളമാണല്ലോ ഒന്ന്. കൊക്കോ അവിടെ കിടന്ന് ഓടുന്നുണ്ട് ബഹളം വെച്ചിട്ട്. എൻ്റെ കൊറിയാണ്ടർ ലീഫ് പറിക്കാറായി തുടങ്ങി തോന്നുന്നുണ്ട്. സോ ലഞ്ച് കഴിക്കാൻ പോവാണ്.
സമയം 3:45. ഇന്നലത്തെ ബിരിയാണി ഉണ്ട്, തൈര്, സാലഡ്, കുറച്ച് ഇപ്പോൾ എക്സ്ട്രാ ഉണ്ടാക്കിയത്, പപ്പടം ഉണ്ട്, അച്ചാർ എടുത്തുണ്ട്, കുറച്ച് മാങ്ങ അച്ചാർ. എനിക്ക് തലേ ദിവസത്തെ ബിരിയാണി അടുത്ത ദിവസം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതിങ്ങനെ ഇഞ്ഞും പിടിച്ചിട്ട് മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ ഞാൻ കഴിക്കട്ടെ. ഇന്ന് മൺഡേ ആയതുകൊണ്ട് കുറച്ച് പണി അധികം ഉണ്ടായിരുന്നു, ഒറ്റയിരിപ്പിരുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പണി ചെയ്യണം. ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നല്ല സൺകിസ്ഡ് ഈവനിങ് ആണ്. ഓക്കെ, സുഖി വണ്ടി വരുന്നുണ്ട്. ഇവിടെ ഈ ഹൈവേയിൽ വരാൻ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ വണ്ടികൾ ഇടക്കിടക്ക് വരാൻ തുടങ്ങിയപ്പോൾ അതാ. ഞാൻ അവനെ നോക്കാം. വെയിറ്റ് ചെയ്യ് സോറോ. സ്കൈ കണ്ട? ഹായ്. സണ്ണ് ഫോക്കസ് വരട്ടെ. യെസ്. ഇവിടെ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ ഇവർ ഒഴിവാക്കിയിട്ട് ബിൽഡിങ് കെട്ടാൻ തുടങ്ങി. കാരണം ഈ ഹൈവേ വരികയല്ലേ, അതുകൊണ്ട്. പിന്നെ ഒരു 2 മഴ പെയ്ത കാരണം ഈ റോഡൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈവനിങ് വാക്ക് ആണ്. ഇന്ന് കുറച്ച് നേരത്തെ വന്നു. സുഖി ലോഗിൻ ചെയ്യണതിൻ്റെ മുന്നേ വരാൻ പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ വന്നു. ഇവിടെ വന്നിട്ട് എടുക്കുന്നുണ്ട്. സൺസെറ്റ് നോക്കി നിൽക്കാൻ നല്ല രസം. നല്ല ഭംഗിയുള്ള സൺസെറ്റ്. എന്താ പറഞ്ഞ സാധനം? പുറത്ത് പോയി പറഞ്ഞതാ. എന്താ പിള്ളേര് വിളിക്കണ്ട? അവിടെ നോക്ക്, അങ്ങോട്ട് കാണിക്ക്. ഞങ്ങളെ കൂട്ടാണ്ട് എന്താ ചെയ്ത് നിങ്ങളെ കൂട്ടാണ്ട് ഞങ്ങൾ പോയാ? വെയിറ്റ് ചെയ്ത് തുടക്കണ്ടേ? ശരി പോവാ. പോവാ സമയമായി. എന്താ നിനക്ക് തരാ പറഞ്ഞില്ലേ? നിനക്കെന്നല്ലേ ഉണ്ടാക്കിയുള്ളത്? വെയിറ്റ് ചെയ്യ്, ചൂടാറട്ടെ. കണ്ട റൂഫി നല്ല കുട്ടിയായിട്ടിരിക്കണേ. സോ എന്റെ ഡിന്നർ ഇതാ, ഒരു ഡബിൾ ഓംലെറ്റ്, ഒരു ഹാഫ് പേരക്ക, പിന്നെ കുറച്ച് സോയാ ചിപ്സ് എടുത്തിട്ടുണ്ട് ചായന്റെ കൂടെ കുറിക്കാൻ വേണ്ടി. ഈ ചെക്കം മിണ്ടാൻ വിടില്ല. ഇത് അവർക്ക് 2 പേർക്ക് ഉണ്ടാക്കിയ മുട്ട, ഇല്ലെങ്കിൽ എനിക്ക് തിന്നാൻ വിടില്ല. അപ്പൊ അവർക്ക് ഒരു ഡബിൾ ഓംലെറ്റ് ഉണ്ടാക്കി. സുഖി അത് അവിടെ ഉള്ളിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പൊ അവനും ഒരു ഡബിൾ ഓംലെറ്റ് ഉണ്ടാക്കി. എല്ലാരും ഡബിൾ ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടെന്ന് പറഞ്ഞില്ലേ സോറോ? തീരെ ക്ഷമയില്ല നിനക്ക്. കുറുമ്പ്. എന്തിത്ര കുറുമ്പ്? കോട്ടുവായ ഇട്ടാ മതി ചീത്ത പറയുമ്പോ. ചൂടാറണ്ടേ? ചൂടിലെങ്ങനെ കഴിക്കും? പിന്നെ എൻ്റെ ഒരു ഗ്രീൻ ടീ ഉണ്ട് കേട്ടോ, ജിഞ്ചർ ഗ്രീൻ ടീ. അപ്പോൾ ഇത് കഴിക്കട്ടെ, ഇവർക്ക് കൊടുക്കട്ടെ, കൂടെ വർക്കും ചെയ്യണം. തിരിച്ചും നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുന്നു തലശ്ശേരി റെസ്റ്റോറൻറ്റ്. എന്താ ചെയ്യണ്ടേ? ഇന്ന് 3-ാം തീയതി, നാളെ മൊമോന്റെ ബർത്ത്ഡേ ആണ്. റൂഫി മമ്മി ആയ ദിവസം, സോറു ഡാഡി ആയ ദിവസം. അപ്പൊ ഞാന് മൊമോന് ഒരു ഡ്രസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവരെ സർപ്രൈസ് ചെയ്യാം. അവർക്ക് അറിയില്ല. ഇത് കൊടുത്തതിന് ശേഷം ഞാൻ വ്ളോഗ് ഇടുള്ളൂ, ഇല്ലെങ്കിൽ എന്റെ സർപ്രൈസ് പോകും. ഫുള്ളി ഹാൻഡ് മെയ്ഡ്. എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും അറിയില്ല. ഞാൻ ചുമ്മാ നൂല് സൂചിയൊക്കെ വെച്ച് തുന്നിയിട്ടുണ്ടാക്കും. പിന്നെ കറക്ഷൻ ചാബി ചെയ്യും. അവൾക്ക് നല്ലോണം സ്റ്റിച്ച് ചെയ്യാൻ അറിയാം. അവളെ കയ്യിൽ തയ്യൽ മെഷീനും ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തേന് ഞാൻ ചുമ്മാ ഹാൻഡ് വർക്ക് വെച്ച് ചെയ്യും, കൈ വെച്ചിട്ട് ചുമ്മാ ചെയ്യും. എന്നിട്ട് പിന്നെ അവളത് ഉറപ്പിക്കാൻ നല്ല വൃത്തിയാക്കലൊക്കെ അവള് ചെയ്തോട്ടെ. ഇപ്പത്തേന് ഞാൻ റൂഫിന്റെ മെഷർമെന്റിലാ ചെയ്യണത്. കാരണം സോറോ ചെറുതല്ലേ, റൂഫിയും മൊമോ ഒരേ പോലെ ഓൾമോസ്റ്റ്. അപ്പൊ ഇതാ ഒരു അടിപൊളി ഡ്രസ് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. ശരി, ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കാം. എന്താണ്
എന്റെ കുട്ടീനെ ശല്യം ചെയ്യാവുന്ന ഉറങ്ങണ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിട്ട് സുഖിയോ, പക്ഷെ അവൾ ഉറങ്ങി ഉറങ്ങി വീഴാണ്. മമ്മി ഇത് നോക്കട്ടെ കുഞ്ചോ. റൂഫിമാ ഒരു മിനിറ്റ് എണീറ്റ് നിക്കോ. ആ നോക്കട്ടെ ട്ടാ. മമ്മിക്ക് മെഷർമെന്റ് എടുക്കാനല്ലേ. ഇത് എവിടെ വരും കാല്? 3 എന്തിനു കൊടുക്കുന്നുണ്ട്, പിന്നാലെ 1 കൊടുത്താ മതി. ഓ ഒന്നിലും നിക്കൂല, ഷേപ്പ് ആയിട്ട് നിക്കൂല. സോറോണ്ടേനും അന്ന് ഞാൻ 2 വെച്ചിട്ടേ. അത് എവിടെ വരും നോക്കണ്ട. ഈ കയ്യിലും വരും. ഇത് രണ്ടും എത്ര ഗ്യാപ്പ് വരുന്നുണ്ട്? ഇവിടെ ഇതിന്റെ ഇടും. ഓക്കെ താങ്ക് യു. കിടന്നു കിടന്നു. ഡൺ ഡൺ. മെഷർമെന്റ് ഡൺ. വേണം എനിക്ക് ഇഞ്ഞു. കിടന്നു. എന്താ ചെയ്ത്? റൂഫിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് റൂഫിനെ വിളിച്ചതാ. വന്നത് സോറോയാ. സോറോന് ഇതെന്തായാലും വലിപ്പം കൂടും. റൂഫി മൊമോ വലുതല്ലേ. ശരി ഒന്ന് ഇവനെ നടത്താൻ വെക്ക്. സോറോ ബാ ഇവിടെ വാ. പോയി നോക്ക്. ഓടി വാ. ബാടാ ബാ, ട്രീറ്റ് തരാ. ബാ ഓടി വാ. ഇവിടെ വന്നാ ട്രീറ്റ് തരാ. ബാ. ട്രീറ്റ് എന്തെങ്കിലും കാണിക്കില്ലേ? അണങ്ങൂല അവൻ. ശരി മമ്മി എണീക്കട്ടെ. അണങ്ങിട്ട് ട്രീറ്റ്. ബാ വേഗം വാ. ഓർഡർ കീ സോഫ. വാ ബാ ബാ up. ബാ up. ബാ അവളെ ഇറക്കോ ഒന്ന്? ആ ഇറങ്ങി. എങ്ങനെയുണ്ട് റൂഫി? ആ എന്ത് രസാ റൂഫി. നമുക്കിത് നാളെ മൊമോനെ അടിപ്പിക്കാവാ. ഹാപ്പി ബർത്ത്ഡേ മൊമോ പറയാവാ. എങ്ങോട്ട് നോക്ക് റൂഫി. സോ ഇതാണ് കേട്ടോ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. ഇത് നിങ്ങൾ കടയിൽ കാണുന്ന പോലത്തെ ഡോഗിന്റെ ഡ്രസ്സൊന്നും അല്ല. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച ഡോഗിന്റെ ഡ്രസ്സാണ്. സോറോ കുട്ടിയായിട്ട് ഇരിക്കുമ്പോ ഫസ്റ്റ് ഞാൻ സോറോന്റെ ഫസ്റ്റ് ഓണത്തിന് ഒരു എൻ്റെ സെറ്റ് മുണ്ടുമെന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ അവന് ഫസ്റ്റ് കസവിന്റെ ഉണ്ടാക്കി കൊടുത്തു. അന്ന് അവൻ കുഞ്ഞായിരുന്നു. അത് ഉണ്ടാക്കി കൊടുത്തു. എത്ര 5 months 4 months എന്തോ ഉള്ളപ്പോ. ഇതാ മൊമോന് വേണ്ടിയിട്ട് ഞാൻ കൈ വെച്ചുണ്ടാക്കിയതാണ്. ഈ കുഞ്ഞു വള്ളി കാണില്ലേ, ഇത് നെക്കില് പോകും. മറ്റേത് രണ്ടും അവരുടെ ചെസ്റ്റ് സ്റ്റൊമക്കിന്റെ അവിടെ കൂടെ പോകും. എന്നിട്ട് ബാക്കിലുള്ള കുഞ്ചൽ പോലത്തെ സാധനം ഇല്ലേ, അതിങ്ങനെ കുലുങ്ങി ഗേൾ ബേബി അല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. മൊമോ ദിസ് ഈസ് ഫോർ യു മോംസി. ഹാപ്പി ബർത്ത്ഡേ ടു യു മൊമോ. ബെല്ല, പിന്നാരാ, മിഷ്ടി, സ്കൈ, all our 4 puppies. Happy birthday to you and happy birthday mama. 12 മണി ആയല്ലോ. റൂഫി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ഫസ്റ്റ് ബർത്ത്ഡേ മമ്മ. മമ്മ ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ. എവിടെ? ഹാപ്പി ബർത്ത്ഡേ ഡാഡി. സോറോ ഡാഡി, നീ ഡാഡി ആയിട്ട് 1 year ആയി, 12 ആയി. ഹാപ്പി ബർത്ത്ഡേ ബേബി ബോയ്. ഓക്കെ, നീ ഒരു നല്ല ഡാഡി ഒന്നും ആയിരുന്നില്ല, അതറിയോ നിനക്ക്? നീ കുട്ടികളെ ഫുള്ള് പേടിച്ചിട്ട് നീ ഓടുമായിരുന്നു. ഇപ്പോഴും മൊമോനായിട്ട് സെറ്റ് ആയിട്ടില്ല. സോറോ, യു ആർ നോട്ട് എ ഗുഡ് ഫാദർ, യു നോ ദാറ്റ്. എന്നാലും ഹാപ്പി ബർത്ത്ഡേ ഫാദർ. ഹലോ, നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്, അപ്പൊ ഇന്ന് കുറച്ച് ഇരുന്ന് സംസാരിക്കാൻ വിചാരിച്ചു. സോ ഇപ്പൊ ഓൾമോസ്റ്റ് 12:10 ആയി. എന്താ ഇത്ര ലേറ്റ് ആയിന്ന് വെച്ചാല്, കണ്ടല്ലോ നിങ്ങള് മൊമോന്റെ, അതായത് റൂഫിന്റെ സോറോന്റെ മക്കളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് August 4th. ഓക്കെ,
August 4th ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആവുമ്പോഴാണ് റൂഫിന്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. ഇപ്പൊ 1 year ആയി. ഇപ്പൊ കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അയ്യോ ആ ഡെലിവറി എടുത്തതൊക്കെ. അയ്യോ ഇപ്പോഴും ആ ഡെലിവറി വീഡിയോ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ ചാനലിലുണ്ട്. ഇഫ് യു വോണ്ട് ടു സീ പ്ലീസ് വാച്ച് ഇറ്റ്. ഞാൻ വേണമെങ്കിൽ ഇന്നത്തെ വ്ളോഗിന്റെ മേലെ ലിങ്ക് ഞാൻ ഡെലിവറി വ്ളോഗിന്റെ വീഡിയോ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഈസി ആയിട്ടുണ്ടാവും, തരേണ്ടി വരില്ല. ബർത്ത് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് റൂഫിന്റെ ഡെലിവറി. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് റൂഫിന്റെ ഡെലിവറി ചെയ്തത്. ഞാൻ അസിസ്റ്റന്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ കുറച്ച് നല്ലോണം പേടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ പോയില്ല. ഞാൻ നല്ല പേടിച്ചു. റൂഫിന്റെ ഡെലിവറിന്റെ പെയിൻ കണ്ടിട്ട് എനിക്ക് നല്ല പേടിയായി. അവള് ആ കരയണതൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് പേടിയായി. ഇങ്ങനെ ഇത് ആംബ്ലിക്കൽ കോഡൊക്കെ കട്ട് ചെയ്യാനൊക്കെ എനിക്ക് നല്ല പേടിയായി. സുഖിയായിരുന്നു ഓൾ ഇൻ ഓൾ. ഡോക്ടർ നഴ്സൊക്കെ സുഖി തന്നെയായിരുന്നു. ഞാൻ ചുമ്മാ അടുത്തൊരു മോറൽ സപ്പോർട്ട് മാത്രമായിരുന്നു. അങ്ങനെ അപ്പൊ 1 year ആയിട്ടോ. അയ്യോ 4 പിള്ളേര് സേഫ് ആയിട്ടുണ്ട്. ബെസ്റ്റ് ഹോംസ് കിട്ടിയിട്ടുണ്ട് 4 പേർക്കും. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഫോർ ദാറ്റ്. മൊമോ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളുടെ കൺമുന്നില്. ഞാൻ മൊമോന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ 2-3 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ടോയ്സ് ഇതൊക്കെ അത് നാളെ വരും. അവൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട എന്താ ട്രീറ്റ്സും ടോയ്സും. അത് രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് ഞാനേ ഉണ്ടാക്കി, നിങ്ങൾ കണ്ടല്ലോ. ഇനി അത് ഇട്ടിട്ടുള്ളത് അടുത്ത ദിവസത്തെ വ്ളോഗിലാണ് വരിക. നോക്കി നാളത്തെ വ്ളോഗില്. സോ ഇപ്പൊ ഞാൻ ഹൽദി മിൽക്ക് അതിൽ ഇച്ചിരി ഗീ ഇട്ടിട്ടുണ്ട്. ഉറക്കത്തിനും ഡൈജഷനും എല്ലാത്തിനും നല്ലതാണ്. സോ അത് കുടിച്ചുകൊണ്ട് നമുക്ക് കുറെ ദിവസമായില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കോട്ട എടുത്തിട്ട്. ഇന്ന് നമുക്കൊരു കോട്ട എടുക്കാം. യെസ്, 1 മതി ഇന്ന്. ദ മോസ്റ്റ് ഇത് വായിച്ചതാ, എനിക്ക് ഓർമ്മയുണ്ട് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നില്ല. റെഡ് തന്നെ എടുക്കാം. ഇത് കുറച്ച് നല്ല കേട്ടാ. ഇഫ് യു കാണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ്. അതായത് ഒരു കാര്യം നിങ്ങളെ കൊണ്ട് എളുപ്പമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാല് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം. അത് നമ്മളിപ്പോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സെമിനാറൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. നമുക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടെങ്കിലേ നമുക്കത് സെമിനാറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏതൊരു കാര്യമാവട്ടെ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം നല്ലോണം. എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് വേറൊരാൾക്ക് അത് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര തന്നെ ഉണ്ടായുള്ളൂ ഇന്നത്തെ കോട്ട്. സോ ഇന്നത്തെ വീഡിയോ ഓൾറെഡി ലെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറെ ബ്ലോഗുകളാ പറയണില്ല. ഞാനും ടയർഡാണ്. ഇനി പോയി ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം. നാളെ നമുക്ക് മൊമോനെ കാണാൻ പോകണം, ബർത്ത്ഡേ ഗേളിനെ. എപ്പോഴാ പോകണ്ടെന്നൊക്കെ പറയാം. ആദ്യം നമ്മൾ ഗിഫ്റ്റ് ഓർഡർ ചെയ്തൊക്കെ വരട്ടെ, ടോയ്സ് ഇതൊക്കെ. എന്നിട്ട് നമുക്ക് നാളെ പോയി കാണാം. ഓക്കെ, everyone stay healthy, stay happy, love you all, stay blessed, stay loved. Okay, good night, see you tomorrow with another vlog. Bye bye.